യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. കൊച്ചിയിലെ അഭിഭാഷകരുമായി സിദ്ദിഖ് ചർച്ചകൾ നടത്തി. ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് പ്രാഥമിക ആലോചന. യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനുമാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം യുവതിയുടെ പരാതിയിൽ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം വഞ്ചിയൂർ സഖിയിൽ വെച്ചാണ് മൊഴിയെടുപ്പ് നടന്നത്. ഇന്ന് രാവിലെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന്റെ തിടുക്കപ്പെട്ട നടപടിയാണിത്. ഇന്നലെ DGPയുടെ അടക്കം നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കേസിന് താൽപര്യമുള്ളവരുടെ പരാതി ഉടൻ എഴുതി വാങ്ങണമെന്നും തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. 2016 തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പരാതിക്കാരിയെ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്നതാണ് കേസ്. DGPക്ക് ഇമെയിൽ മുഖേനയാണ് നടി പരാതി നൽകിയത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ. പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. പരാതി പ്രത്യേക സംഘത്തിന് കൈമാറും. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം. സമൂഹ മാധ്യമങ്ങളിലൂടെ നേരത്തെ നടി വിഷയം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും കൂസാതെ യുവനടിയെ വെല്ലുവിളിച്ച സിദ്ദിഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു ജയിച്ചു. ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ സിദ്ദിഖിന്റെ പേരെടുത്ത് പറഞ്ഞ ആരോപണം ആവർത്തിച്ചത്. പിന്നാലെ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സിദ്ദിഖ് രാജിവെക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.